A1 ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന നോവൽ അഷറഫ് വി നെടിയനാട് എഴുതിയ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം. അഷറഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ഒന്നാമത്തെ അധ്യായം. നോവൽ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം, അധ്യായം 1. പ്രണയത്തിൻ്റെ ദിവ്യമായ പ്രകാശം മുസ്തഫയുടെ ആത്മാവിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. ആദ്യം തണുത്ത മാരുതനായും പിന്നീട് ചാറ്റൽ മഴയായും ഒടുക്കം മഹാപ്രളയത്തിൻ്റെ പേമാരിയുമായാണ് അത് സംഭവിക്കുന്നത്. അതേ തുടർന്നാണ് മുസ്തഫയ്ക്ക് ഗുരുവിനെ തേടി ഇറങ്ങുന്നതിനു മുമ്പിൽ പാതകൾ തെളിഞ്ഞു വന്നത്. തൻ്റെ ഓലപ്പുരയ്ക്ക് മുമ്പിൽ നിന്നും ഒറ്റയടി നടവഴിയും അത് കഴിഞ്ഞ വയൽ വരമ്പും അത് പിന്നിട്ട് 2 കവുങ്ങുകൾ കോർത്തുകെട്ടിയ കൈത്തോടിന് കുറുകെയുള്ള പാലവും കടന്ന് മൺപാതയിലെത്തിയപ്പോൾ മുസ്തഫ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സൽമയെയാണ് മുസ്തഫ കാണുന്നത്. ഒരു കാമുകി എന്നതിനപ്പുറം സൽമയ്ക്ക് മുസ്തഫയുടെ ജീവിതത്തിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവായിരുന്നു ആ അന്താളിച്ച നോട്ടം. രതിയുടെ പാരമ്യതയിൽ എത്തിച്ച് അത് പൂർത്തിയാക്കാതെ പൂർണ്ണമായും പിൻവലിയുക, അതിൽ നിന്നും ആനന്ദവും ഊർജവും ഉൾക്കൊണ്ട് സ്വപ്നങ്ങളിലേക്ക് താഴ്ന്നു പോകുക, ഇതായിരുന്നു മുസ്തഫയുടെ ശൈലി. അതിൻ്റെ ഇര മാത്രമായിരുന്നു സൽമ. അവൾക്ക് പൂർണ്ണത കൈവരിക്കണമെന്ന് തോന്നിയപ്പോഴൊക്കെ സ്വന്തം വഴികൾ കണ്ടെത്തി. അക്കാര്യം അവൾ മുസ്തഫയോട് പറഞ്ഞുമില്ല. മുസ്തഫ അത് അന്വേഷിക്കാൻ പോയതുമില്ല. അയാൾക്ക് രാത്രിയിലെ ഒരു കളിപ്പാട്ടമായി അവൾ മാറിക്കൊടുത്തു. ആദ്യമൊക്കെ സൽമയ്ക്ക് മുസ്തഫയുടെ ഈ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ അവൾക്കത് ശീലമായി. അറിയാതെ അവൾ മുസ്തഫയെ സ്നേഹിക്കാൻ തുടങ്ങി. ആഴമേറിയ പ്രണയം. മുസ്തഫയ്ക്ക് പ്രണയം എന്നത് രതിയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നു. എന്നാൽ അത് പൂർണ്ണമാക്കാൻ ഒരിക്കലും അയാൾക്ക് കഴിഞ്ഞില്ല. അതിനുള്ള കൊടുമുടിയിൽ എത്തുമെന്ന് തോന്നുന്ന നിമിഷം മരണം അയാൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും. താൻ മരിച്ചു പോകുകയാണ് എന്നയാൾക്ക് തോന്നും. അത് അനുഭവിക്കും. വേദന കൊണ്ട് ശരീരവും ആത്മാവും കത്തിത്തീരുന്നത് പോലെ ഭയം കൊണ്ടയാൾ അലറി ആഴമേറിയ ഗർത്തത്തിലേക്ക് വീഴും. അവിടെ പാമ്പും തേളും അട്ടകളും എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവികളെയും അയാൾ കാണും. പിന്നെ അയാൾ സ്വപ്നത്തിലൂടെയാണ് സഞ്ചരിക്കുക. ഗാഢമായ നിദ്ര. മുസ്തഫ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ സൽമ എഴുന്നേൽക്കും. പൂർണ്ണത വരാത്ത തൻ്റെ ഭ്രാന്തമായ അവസ്ഥയുമായി. മുസ്തഫ ഉറക്കം പിടിച്ചു എന്നുറപ്പുവരുത്തി അവൾ കുടിലിനു വെളിയിലിറങ്ങും. പാതിരാവിൽ താഴോട്ട് നോക്കിയിരിക്കുന്ന നക്ഷത്രങ്ങൾ അവളെ നോക്കാനാവാതെ കണ്ണുകൾ ചിമ്മും. തെക്കൻ കാറ്റ് വന്ന് അവളുടെ അയഞ്ഞ വസ്ത്രങ്ങൾക്കിടയിൽ കൈകളിട്ട് ഇക്കിളി കൂട്ടും. എവിടെയോ ഒരു കോഴി കൂവും. അതേറ്റുപിടിച്ച് പല ദിക്കുകളിൽ നിന്ന് കോഴികൾ കൂട്ടം കൂട്ടമായി കൂവും. അപ്പോൾ സൽമയിൽ പ്രതീക്ഷ ഉണരും. അവൾ തൻ്റെ ശരീരം പൂർണ്ണമായും വെള്ളത്തിൽ ഇറക്കി വയ്ക്കും. അതിനായി കുളിമുറിയിൽ നിറച്ചു വെച്ച വലിയ പാത്രമുണ്ട്. പിന്നെ നേരം പുലരുന്നതുവരെ അവൾ ആ വെള്ളത്തിലിരിക്കും. കത്തിക്കൊണ്ടിരുന്ന അഗ്നി പൂർണ്ണമായും അണഞ്ഞു തീരുമ്പോൾ ആ പാത്രത്തിലെ ജലം ചൂട് പിടിച്ചിരിക്കും. അവളുടെ ശരീരം തണുത്തുമിരിക്കും. അവൾ ഉറങ്ങുന്ന മുസ്തഫയെ ഉണർത്താതെ കുടിൽ വിട്ട് അവളുടെ ഗ്രാമത്തിലേക്ക് നടക്കും. വഴിയിൽ ആരെങ്കിലും പരിചയക്കാരെ കണ്ടാൽ അവൾ മറഞ്ഞു നിൽക്കും. പിന്നെ അവർ കടന്നുപോയതിന് ശേഷമാണ് അവൾ തൻ്റെ കുടിലേക്ക് പോകുക. തൻ്റെ കുടിലിലെത്തി സൽമ ഉച്ചവരെ ഉറങ്ങും. വൈകുന്നേരമാകുമ്പോൾ മുസ്തഫ ഒളിച്ചും പതുങ്ങിയും സൽമയുടെ വീട്ടിലെത്തും. രാത്രി വരാൻ ക്ഷണിക്കാൻ. അവൾക്കത് നിരസിക്കണമെന്നുണ്ടാകും. എന്നാൽ അത് കഴിയുമായിരുന്നില്ല. മുസ്തഫയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വശ്യത അനുഭവപ്പെടും. വരാം, പക്ഷെ കുളിമുറിയിലെ പാത്രത്തിൽ പുതിയ വെള്ളം നിറച്ചു വെക്കണം. ശരിയെന്ന് പറഞ്ഞ് മുസ്തഫ പോകും. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഒരു പാതിരാവിൽ കുളിമുറിയിൽ പാത്രത്തിലെ ജലത്തിൽ ഇറക്കി വെച്ച ശരീരത്തിലേക്ക് ആരുടെയോ തലോടൽ അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. പ്രണയത്തിൻ്റെയും രതിയുടെയും ലഹരി വമിപ്പിക്കുന്ന പരിമളം അവൾക്ക് ചുറ്റും നിറയാൻ തുടങ്ങി. ആരുടെയോ തലോടലിൽ അവൾക്ക് എക്സ്റ്റസി സംഭവിച്ചു. തൊട്ടടുത്ത നിമിഷം സൽമ ശരീരമില്ലാത്തവളായി, ആത്മാവ് മാത്രമായി. അഷറഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you